കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അപേക്ഷിച്ചിട്ടായിരിക്കും അത് ദഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി. ഒരു വയസ്സിന് താഴെ 6 മാസം മുതൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 6 മാസമായതിനു ശേഷമാണ് കൂരോ കുറുക്കോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. 6 മാസം വരെയുള്ള കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത് കുട്ടികളുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടോ, അവരത് കഴിക്കുമ്പോൾ അത് ദഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എൻ്റെ പേര് ആർദ്ര. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താ കാര്യമെന്ന് പറയാം. കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം 6 മാസത്തിന് ശേഷം അവർക്ക് ദഹന പ്രക്രിയ കുറേശ്ശെയായിട്ട് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അത്രത്തോളം ആ മുലപ്പാലിനെ ദഹിപ്പിക്കാനുള്ള ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. 6 മാസത്തിന് ശേഷമാണ് കുട്ടികൾക്ക് ഫുഡ് ദഹിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവരുടെ ശരീരം പ്രാപ്തരായി തുടങ്ങത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ദഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് പ്രധാനമായും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ മോഷൻ പാസ് ചെയ്യുന്നത്. മോഷൻ അല്ലെങ്കിൽ മല, അത് ഒരു തവണയാണ് നോർമൽ വലിയ ആൾക്കാർ പാസ് ചെയ്യുന്നത്, 1 2 തവണ. പക്ഷെ കുട്ടികളിൽ അതിൽ 1-ലധികം തവണയായിരിക്കും പാസ് ചെയ്യുന്നത്. അവർക്ക് നോർമലായിട്ട് ഒരു 4 തവണ അല്ലെങ്കിൽ ഒരു 3 തവണ അതിൽ കൂടുതൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ആഹാരം കൊടുത്ത് 1-2 മിനിറ്റിനകമോ അല്ലെങ്കിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞ ഉടനെയോ കുട്ടി വൊമിറ്റ് ചെയ്യുന്നു. അത് എപ്പോൾ നമ്മൾ ആഹാരം കൊടുത്താലും ആ കുട്ടി വൊമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ദഹിക്കുന്നില്ല. അതുപോലെ തന്നെ മാസം തോറും നമ്മളൊരു റൊട്ടീൻ ചെക്കപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കുട്ടികളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നത് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് സെൻറ്ററിലോ പോയി നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആ കുട്ടിയുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണം അത് ദഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കുട്ടി മോഷൻ പാസ് ചെയ്യുമ്പോൾ അതേ സെയിം കളറിൽ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത് 1-2 മിനിറ്റിനകം അല്ലെങ്കിൽ 5 മിനിറ്റിനകം തന്നെ ആ കുട്ടി കഴിച്ച ഭക്ഷണം അതുപോലെ പാസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ക്യാരറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു കുറുക്കുണ്ടാക്കി കൊടുത്തു. ക്യാരറ്റിനെ നമ്മൾ വേവിച്ച് അത് മിക്സിയിൽ അടിച്ചോ അല്ലെങ്കിൽ വേവിച്ച് നന്നായി ഉടച്ചോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. 6 മാസത്തിന് ശേഷമുള്ള കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് വലിയ കുട്ടിയാണ്, 1 വയസ്സായ കുട്ടിയാണെങ്കിൽ നമുക്ക് അതിന് അല്ലാതെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു. ആ കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കുട്ടിയുടെ ശരീരത്തിൽ കിട്ടുന്നില്ല എങ്കിൽ ആ കുട്ടി 1-2 മിനിറ്റിനകം അല്ലെങ്കിൽ 5 മിനിറ്റിനകമൊക്കെ മോഷൻ പാസ് ചെയ്യും. അത് പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം 4 തവണ അല്ലെങ്കിൽ 3 തവണ പാസ് ചെയ്യുമ്പോൾ 3 തവണയാണ് പാസ് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അതിന് പ്രശ്നമുള്ളതല്ല, കുട്ടിയുടെ ശരീരത്തിൽ കിട്ടുന്നതായിരിക്കും. കുട്ടികൾ ഒരുപാട് തവണ ഇങ്ങനെ മോഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ തവണ ഒരു 5 6 7 ഒക്കെ തവണ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ദിവസം തന്നെ പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഫുഡ് ദഹിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അതേ സെയിം കളറിൽ തന്നെ ഇപ്പോൾ ക്യാരറ്റ് കൊടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ സെയിം കളറിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ മോഷൻ പാസ് ചെയ്യുക. അത് ഈ 5 6 തവണയൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ദഹിക്കുന്നില്ല എന്നത്. അതിൽ കൂടുതൽ തവണ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലൂസ് മോഷനായിട്ട് വേണമെങ്കിൽ കാണാം. ഇതിപ്പോൾ കുട്ടിക്ക് ഒരു 2 മാസം വരെ 3 മാസം വരെ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്തുള്ളൊരു പീഡിയാട്രീഷ്യനെ മറ്റോ കാണിച്ചാൽ നമുക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കുട്ടികൾക്ക് ദഹന പ്രക്രിയ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണങ്ങളിൽ തൈരോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് പെട്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ട് അവർ ചവച്ച് അരച്ച് ഫുള്ള് ചവയ്ക്കില്ലായിരിക്കും. അത് കുറച്ചൊക്കെ ഒന്ന് വിഴുങ്ങി ഇറക്കും. ചില കുട്ടികൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കും. പിന്നെ അവരോട് ചവച്ചരച്ച് കഴിക്കാൻ പറഞ്ഞാലും അവർക്ക് 1-2 പല്ലൊക്കെ കാണത്തുള്ളൂ. ഇപ്പോൾ 1 വയസ്സൊക്കെ ആയ കുട്ടിക്കൊക്കെ ആണെങ്കിൽ
ഒന്നോ രണ്ടോ പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലായിരിക്കും അവർ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നവർ ആ രീതിയിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ടോ ഉടച്ചോ എങ്ങനെയൊക്കെയെങ്കിലും അവർക്ക് കുറച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് ദഹിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവരെ മോഷൻ പാസ് ചെയ്യുന്നതിലൂടെയും വൊമിറ്റ് ചെയ്യുന്നതിലൂടെയും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ഇത് ഒരു ഓവറായിട്ടുണ്ട് എങ്കിൽ നമ്മളത് ഏതെങ്കിലും പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടതാണ്. ഇപ്പോൾ ഗ്യാസ്ട്രോ വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ SIT-യിൽ, തിരുവനന്തപുരം SIT-യിൽ അങ്ങനെ ഒരു ഗ്യാസ്ട്രോ കുട്ടികൾക്കായിട്ട് SIT-യിൽ ഉണ്ട്, ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഡോക്ടറെ കാണുമ്പോൾ ആകെ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ, 35 ടോക്കൺ മാത്രമേ എടുക്കൂ. അപ്പോൾ അത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം വന്ന് കാണുന്നതായിരിക്കും നല്ലത്. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, പല ജില്ലകളിൽ നിന്നുമൊക്കെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പക്ഷേ SIT-യിൽ നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാണിക്കാൻ പറ്റൂ. മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് നമുക്കതിൻ്റെ ഡോക്ടർ, ആ പീഡിയാട്രിഷ്യൻ പറയുകയാണ് ഇന്ന കുട്ടിക്ക് ഇന്ന പ്രശ്നമാണ്, ഗ്യാസ്ട്രോ സംബന്ധമായ പ്രശ്നമാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് SIT-ൽ വന്ന് കാണിച്ചാൽ മതി, ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.